Let's start learning English. ഹലോ, എല്ലാവർക്കും 14-ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. വെൽക്കം ടു ക്ലാസ് 14. ഓക്കെ, എല്ലാവരും ഒന്ന് അറ്റൻഡൻസ് ഇട്ടെ. 1 കുത്ത് നിങ്ങളുടെ പേര്. ഓക്കെ, ഇതുവരെ പഠിച്ച ആക്ഷൻ വേർഡ്സ് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ടീച്ചറുടെ കൂടെ തന്നെ വായിക്കണം. ആദ്യം ഇംഗ്ലീഷ് വേർഡ് വായിക്കണം, എന്നിട്ട് അതിൻ്റെ മലയാളം പറയണം. ഓക്കെ, റെഡി, സ്റ്റഡി, സ്റ്റാർട്ട്. റൺ, ഓടുക. ജംപ്, ചാടുക. ഈറ്റ്, തിന്നുക. ബ്രഷ്, പല്ല് തേക്കുക. റീഡ്, വായിക്കുക. ഡ്രിങ്ക്, കുടിക്കുക. വാഷ്, കഴുകുക. പ്ലേ, കളിക്കുക. സിറ്റ്, ഇരിക്കുക. വാക്ക്, നടക്കുക. ഗോ, പോകുക. കം, വരിക. ക്ലൈം, കയറുക. ഫ്ലൈ, പറക്കുക. സ്വിം, നീന്തുക. ടേർ, കീറുക. കുക്ക്, പാചകം ചെയ്യുക. കട്ട്, മുറിക്കുക. റൈറ്റ്, എഴുതുക. ലേൺ, പഠിക്കുക. സ്റ്റാൻഡ്, നിൽക്കുക. സ്ലീപ്പ്, ഉറങ്ങുക. ഡാൻസ്, നൃത്തം ചെയ്യുക. സിംഗ്, പാടുക. പ്രേ, പ്രാർത്ഥിക്കുക. ഡ്രോ, വരയ്ക്കുക. വെയർ, ധരിക്കുക. പുട്ട്, ഇടുക. ഓക്കെ, നമ്മൾ എത്ര വാക്കുകൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ആക്ടിവിറ്റി, ഒന്നാമത്തെ അറ്റൻഡൻസ് ഇട്ടു. രണ്ടാമത്തത് എന്തെഴുതണം? നിങ്ങളുടെ പേരും ഏത് വാക്കാണ് നിങ്ങൾക്ക് ഇതിലേറ്റവും കൂടുതൽ ഇഷ്ടമെന്നും എഴുതണം. ഇപ്പം നമ്മൾ ഈ പഠിച്ച കുറേ വാക്കുകളുണ്ട് അല്ലേ? ഈ ആക്ഷൻ വേർഡ്സ് ഈ സ്ക്രീനിൽ കാണുന്ന ഇതിലേത് വാക്കാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? ഓക്കെ, അത് ഈ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, എല്ലാവരും വേഗം എഴുതിയേ. പേരും ഇഷ്ടപ്പെട്ട വാക്കും എഴുതിയല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ആദ്യത്തെ പുതിയ വാക്ക് പഠിക്കാം. ഓക്കെ, റെഡി? ഓക്കെ, നോക്കിയേ. സ്ക്രീനിൽ എന്താ കാണുന്നത്? ഒരു കൈ ഒരു പന്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ? പിന്നെ ഒരു കുട്ടി എന്താ ചെയ്യുന്നത്? വായിലേക്ക് ഗുളികകളിട്ട് വെള്ളം കയ്യിലുണ്ട്. അതിനർത്ഥം എന്താണ്? ഗുളിക കഴിക്കാൻ, ഗുളിക എടുക്കാൻ പോവുകയാണ് അല്ലേ? ഗുളിക എടുക്കാൻ പോകുന്നു. ഒരു കൈ പന്തെടുക്കാൻ പോകുന്നു. നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്ക് എടുക്കുക. ടേക്ക്, എടുക്കുക. ടേക്ക്, ടേക്ക്, എടുക്കുക. TAKE, 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 എടുക്കുക. ടേക്ക്. ഇനി എടുത്തു എന്ന് പറയാനാണെങ്കിലോ? ടുക്ക്, TOOK, ടുക്ക്. V1 ഫോം, ബേസ് ഫോം, ടേക്ക്. V2 ഫോം, പാസ്റ്റ് ഫോം, ടുക്ക്. V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം, ടേക്കൻ. ടേക്ക്, ടുക്ക്, ടേക്കൻ. ടേക്ക്, ടുക്ക്, ടേക്കൻ. ടേക്ക്, ടുക്ക്, ടേക്കൻ. എടുക്കുക, എടുത്തു, എടുക്കപ്പെട്ടു. V1 ഫോം, ബേസ് ഫോം, ടേക്ക്, എടുക്കുക. V2 ഫോം, പാസ്റ്റ് ഫോം, ടുക്ക്, എടുത്തു. V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം, ടേക്കൻ, എടുക്കപ്പെട്ടു. ഓക്കെ, ടേക്ക്, ടുക്ക്, ടേക്കൻ. ടേക്ക്, ടുക്ക്, ടേക്കൻ. V1 ഫോം, ബേസ് ഫോം, ടേക്ക്. V2 ഫോം, പാസ്റ്റ് ഫോം, ടുക്ക്. V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം, ടേക്കൻ. ഓക്കെ അല്ലേ? അടുത്തത് എടുക്കുന്നു. ടേക്കിംഗ്, TAKE +ING. അവിടെ
പുറത്താക്കും, ചവിട്ടി പുറത്താക്കി ഈയെ. എന്നിട്ട് ING കയറിയിരുന്നു. ടേക്കിംഗ്. ഓക്കെ, ടേക്ക്, ടുക്ക്, ടേക്കിംഗ്. ടേക്ക്, ടുക്ക്, ടേക്കിംഗ്. ടേക്ക് എടുക്കുക, ടുക്ക് എടുത്തു, ടേക്കിംഗ് എടുക്കുന്നു. എടുക്കുക, എടുത്തു, എടുക്കുന്നു. ടേക്ക് എടുക്കുക, ടേക്ക് എടുക്കുക, ടേക്ക് എടുക്കുക. ടുക്ക് എടുത്തു, ടുക്ക് എടുത്തു, ടുക്ക് എടുത്തു. ടേക്കിംഗ് എടുക്കുന്നു, ടേക്കിംഗ് എടുക്കുന്നു, ടേക്കിംഗ് എടുക്കുന്നു. ടേക്ക് എടുക്കുക, ടുക്ക് എടുത്തു, ടേക്കിംഗ് എടുക്കുന്നു. ഓക്കെ, നമുക്ക് എടുക്കുകയെ എടുത്ത് സെൻറ്റൻസസിലോട്ട് ഇടാം. ഇടുക, പുട്ട് അല്ലേ? എടുക്കുക, ടേക്ക്. എടുക്കുക, ടേക്ക്. ഇടുക, പുട്ട്. ഇവിടെ നമ്മൾ സെൻറ്റൻസസ് തുടങ്ങാം. I take the bus to work. I take the bus to work. ഞാൻ ജോലിക്ക് പോകുന്നത് ബസ്സിൽ കയറിയിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ബസ്സിലാണ് ജോലിക്ക് പോകുന്നത്. ശരിക്കും നമ്മൾ ചില ഭാഗങ്ങളിൽ, കേരളത്തിലെ ചില ഭാഗങ്ങളിൽ ഞാൻ ബസ് എടുത്തിട്ടാണ് പോവുക, ഞാൻ സ്കൂട്ടർ എടുത്തിട്ടാണ് പോവുക, ഞാൻ ഫ്ലൈറ്റ് എടുത്തിട്ടാണ് പോവുക എന്ന് പറയില്ലേ? ആ ഒരു ടേക്ക് തന്നെയാണിത്. ഇവിടെയും അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ബസ് എടുത്തിട്ടാണ് പോവുക. എടുക്കുക എന്ന് പറഞ്ഞാൽ കയ്യിലേക്ക് എടുത്തിട്ടില്ല, ബസ്സിൽ കയറിയിട്ടാണ് അല്ലെങ്കിൽ ബസ്സിലാണ് പോവുക എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ ചില നമ്മുടെ കേരളത്തിലെ തന്നെ ചില ഭാഗങ്ങളിൽ എടുക്കുക എന്നുള്ളത് ഈ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ അതേ രീതിയിൽ സെയിം, അതായത് ഐ ടേക്ക് ദ ബസ്, ബസ് എടുക്കുക എന്നുള്ള, ഐ ടേക്ക് എ കാർ, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഓക്കെ, അത് ശരിക്കും ട്രാൻസ്ലേഷൻ വഴി ഇങ്ങനെ പറയുന്നതല്ല. അത് ആക്ച്വലി അത് അവരുടെ ഒരു വേ ഓഫ് സ്പീക്കിംഗ്, അവരുടെ മലയാളം അങ്ങനെയാണ്. പക്ഷെ ശരിക്കും നമ്മളിപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ പറയുകയാണെങ്കിൽ അത് അതുപോലെയാണ് വരുന്നത്. ഞാൻ ബസ് എടുത്തിട്ടാണ് ജോലിക്ക് പോകുന്നത്. ഓക്കെ, പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ബസ്സിലാണ് ജോലിക്ക് പോകുന്നുള്ളത്. ഷീ ടുക്ക് മൈ അംബ്രല്ല യെസ്റ്റർഡേ. അവൾ എൻ്റെ കുട ഇന്നലെ എടുത്തു. ടുക്ക്. ദ ബുക്ക് ഹാസ് ബീൻ ടേക്കൻ ഫ്രം ദ ഷെൽഫ്. ആ പുസ്തകം ഷെൽഫിൽ നിന്നും ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഹാസ് ബീൻ ടേക്കൻ, ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ആ പുസ്തകം ഷെൽഫിൽ നിന്നും എടുക്കപ്പെട്ടു. ഓക്കെ, ഇവിടെ നോക്കിയേ, ഹാസ് ബീൻ ടേക്കൺ. അപ്പോൾ അതെന്താണ്? ആ ടേക്കൺ എന്ത് ടേക്കൺ ആണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ, ഹി ഈസ് ടേക്കിംഗ് എ ബ്രേക്ക് റൈറ്റ് നൗ. ഹി ഈസ് ടേക്കിംഗ് എ ബ്രേക്ക് റൈറ്റ് നൗ. അവൻ ഇപ്പോൾ ഒരു ഇടവേള എടുക്കുകയാണ്, എടുക്കുന്നു. ഹി ഈസ് ടേക്കിംഗ്, അവൻ എടുക്കുന്നു. എ ബ്രേക്ക് റൈറ്റ് നൗ, ഒരു ഇടവേള. റൈറ്റ് നൗ, ഇപ്പോൾ. എ ബ്രേക്ക്, ഒരു ഇടവേള. റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ. ഹി ഈസ് ടേക്കിംഗ് എ ബ്രേക്ക് റൈറ്റ് നൗ. അവൻ ഇപ്പോൾ തന്നെ ഒരു ഇടവേള എടുക്കുന്നു. ഹി ടേക്സ് ഹിസ് കോഫി വിത്ത് ഷുഗർ. അവൻ കാപ്പി പഞ്ചസാര ചേർത്താണ് കുടിക്കുക. അത് അയാളുടെ ശീലമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ടേക്കിൻ്റെ കൂടെ ഒരു എസ് ചേർത്തത് കാണുന്നില്ലേ? അത് ഹി തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ടാണ്. ഹി ടേക്സ് ഹിസ് കോഫി വിത്ത് ഷുഗർ. അയാളുടെ കാപ്പി മധുരം ചേർത്താണ് അല്ലെങ്കിൽ പഞ്ചസാര ചേർത്താണ് എടുക്കുന്നത്. ഈ എടുക്കുക എന്നുള്ളത് കുടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അയാളുടെ കാപ്പി പഞ്ചസാര ചേർത്താണ് എടുക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസസ് ഒന്നുകൂടെ എല്ലാം നോക്കാം. ഐ ടേക്ക് ദ ബസ് ടു വർക്ക്. ഐ ടേക്ക് ദ ബസ് ടു വർക്ക്. ഐ ടേക്ക് ദ ബസ് ടു വർക്ക്. She took my umbrella yesterday. She took my umbrella yesterday. The book has been taken from the shelf. The book has been taken from the shelf. He is taking a break right now. He is taking a break right now. He takes his coffee with sugar. He takes his coffee with sugar. ടീച്ചർ ഒന്നുകൂടെ വായിക്കാം, ഒപ്പം തന്നെ വായിക്കണേ. ഐ ടേക്ക് ദ ബസ് ടു വർക്ക്. ഷീ ടുക്ക് മൈ അംബ്രല്ല യെസ്റ്റർഡേ. ദ ബുക്ക് ഹാസ് ബീൻ ടേക്കൻ ഫ്രം ദ ഷെൽഫ്. ഹി ഈസ് ടേക്കിംഗ് എ ബ്രേക്ക് റൈറ്റ് നൗ.
He takes his coffee with sugar. I take a walk every evening. I take a walk every evening. He took the last cookie. He took the last cookie. She is taking notes in class. She is taking notes in class. My cat takes long naps. My cat takes long naps. She takes beautiful photographs. She takes beautiful photographs. I take a walk every evening. ഞാൻ എല്ലാ വൈകുന്നേരവും നടക്കാൻ പോകാറുണ്ട്. ടേക്ക് എ വാക്ക്, നടക്കുക. ഓക്കെ, ടേക്ക് എ പിൽ, ഗുളിക കഴിക്കുക. ഓക്കെ, ടേക്ക് എ നാപ്പ്, ഉറങ്ങുക. He took the last cookie. അവൻ അവസാനത്തെ ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് ശരിക്കും കുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസ്ക്കറ്റിൻ്റെ ഒരു വെറൈറ്റി. ബിസ്ക്കറ്റ് കുറച്ചുകൂടെ ക്രിസ്പി ആയിരിക്കും, കുക്കി അത്ര ക്രിസ്പി ആയിരിക്കില്ല. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. പക്ഷെ നമുക്ക് ഒരു ഇംഗ്ലീഷ് കൾച്ചറിൽ പറയുന്ന സമയത്ത് അതൊക്കെ ഡിഫറൻസ് ആണ്. പക്ഷെ നമുക്കതൊരു വലിയ ഡിഫറൻസ് ആയിട്ട് അറിയില്ല. നമ്മൾ മലയാളികൾക്ക് വലിയൊരു ഡിഫറൻസ് ആയിട്ട് അറിയില്ല. ഇപ്പോൾ കുറച്ച് എല്ലാവർക്കും ഇപ്പോൾ ഹോം ബേക്കിങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പോഴൊരു വ്യത്യാസം ഫീൽ ആവുന്നു, അറിയുന്നു എന്നുള്ളതല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൾച്ചറിൽ കുക്കി, ബിസ്ക്കറ്റ് ഇതിൻ്റെയൊന്നും ഒരു ഡിഫറൻസിയേഷൻ സംഭവിക്കുന്നില്ല. ഓക്കെ, അത് ഇംഗ്ലീഷ് കൾച്ചറിൽ അത് ഭയങ്കര ഡിഫറൻസ് ആണ്. അവരത് ഭയങ്കര രീതിയിൽ പരിഗണിക്കുന്നുണ്ട്. ഓക്കെ, ഹി ടുക്ക് ദ ലാസ്റ്റ് കുക്കി. അവൻ അവസാനത്തെ കുക്കി എടുത്തു, ബിസ്ക്കറ്റ് എടുത്തോ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഷീ ഈസ് ടേക്കിംഗ് നോട്ട്സ് ഇൻ ക്ലാസ്. അവൾ ക്ലാസ്സിൽ നോട്ട്സ് എഴുതുകയാണ്. നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ശ്രദ്ധിച്ചിട്ട് എഴുതുന്ന കുറിപ്പുകളെയാണ് ഈ നോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവൾ ക്ലാസ്സിൽ കുറിപ്പുകൾ എഴുതുകയാണ് അല്ലെങ്കിൽ നോട്ട്സ് എഴുതുകയാണ്. അതെന്താണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈസ് ടേക്കിംഗ്. മൈ കാറ്റ് ടേക്സ് ലോങ് നാപ്സ്. എൻ്റെ പൂച്ച ദീർഘനേരം ഉറങ്ങുന്നു എന്നാണ് ശരിക്കും അതിൻ്റെ ഓവറോൾ മീനിങ്. പക്ഷെ ആ സെൻറ്റൻസിലെ വാക്കുകൾ വെച്ച് പറയുകയാണെങ്കിൽ മൈ കാറ്റ്, എൻ്റെ പൂച്ച, ടേക്സ് എടുക്കും, ലോങ് നാപ്സ് നീണ്ട ഉറക്കം എടുക്കും. ടേക്ക് ലോങ് നാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ട ഉറക്കം എടുക്കുന്നു. ടേക്ക് എ നാപ്പ് ഒരു ചെറിയൊരു ഉറക്കം എടുക്കുന്നു. അതെന്താണ് ഉറക്കം എടുക്കുക എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. ഓക്കെ, മൈ കാറ്റ് ടേക്സ് ലോങ് നാപ്സ്. എൻ്റെ പൂച്ച ദീർഘനേരം ഉറങ്ങുന്ന ഒരു പൂച്ചയാണ്. അതാണ് അവിടെ ടേക്സ് എന്ന് വന്നത്. ഓക്കെ, കാറ്റ് സിംഗുലർ ആണ്, സോ ടേക്സ്. ഷീ ടേക്സ് ബ്യൂട്ടിഫുൾ ഫോട്ടോഗ്രാഫ്സ്. അവൾ മനോഹരമായ ഭംഗിയുള്ള ഫോട്ടോകൾ എടുക്കുന്ന ഒരാളാണ്. അത് അവളുടെ ഒരു കേപ്പബിലിറ്റിയാണ്. ഓക്കെ, അതാണ് ഷീ ടേക്സ് ബ്യൂട്ടിഫുൾ ഫോട്ടോഗ്രാഫ്സ്. ഓക്കെ, അപ്പം നമുക്ക് സെൻറ്റൻസസ് നോക്കാം. ഒരു 3 തവണ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വായിക്കാം. ഓക്കെ, ഐ ടേക്ക് എ വാക്ക് every evening. I take a walk every evening. He took the last cookie. She is taking notes in class. My cat takes long naps. She takes beautiful photographs. ഓക്കെ അല്ലേ? ഇനി എല്ലാവരും എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ പഠിച്ച വാക്ക് എന്താണ്? ടേക്ക്. അതിൻ്റെ V1, V2, V3, ING, S ചേർത്തിട്ടുള്ളതൊക്കെ ഇവിടെ എഴുതണം. എന്താണ് എഴുതേണ്ടത്? ടേക്ക്, ടുക്ക്, ടേക്കൻ, ടേക്കിംഗ്, ടേക്സ്. നിങ്ങളുടെ പേരും അതും, അതായത് ഇപ്പോൾ 3 നമ്പർ ഇടുക, നിങ്ങളുടെ പേര് എഴുതുക, എന്നിട്ട് ഈ ടേക്ക്, ടുക്ക്, ടേക്കൻ, ടേക്കിംഗ്, ടേക്സ് ഇത് എഴുതുക. കമൻറ്റ് ബോക്സിൽ തന്നെയാണ് എഴുതേണ്ടത്. വാട്സാപ്പിൽ ഒന്നും കൊണ്ടൊന്നും എഴുതരുത്. ഓക്കെ,
ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. എല്ലാവരും കമന്റ് ചെയ്യൂ. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കുന്ന വാക്കാണ് കാണുക, സി. അപ്പോൾ ടീച്ചർ ആക്ഷൻ വേർഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് വാക്കുകൾ ഇപ്പോൾ പഠിപ്പിക്കുന്നുള്ളത്. അപ്പോൾ ഈ സി പറയുന്ന സമയത്ത് ടീച്ചർ ഒരു കാര്യം കൂടി ചേർക്കേണ്ടതുണ്ട്. സിയെ ആക്ഷൻ വേർഡായി കാണാമെങ്കിലും അതിനെ സ്റ്റാറ്റിക് വേർബായിട്ട്, സ്റ്റാറ്റിക് വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ING ഫോമിൽ അത് യൂസ് ചെയ്യപ്പെടില്ല. അങ്ങനെയുള്ള ഒരു സംഗതിയാണ് നമ്മുടെ ഈ സി. ഓക്കെ, ഈ സി എന്താണ് ING ഫോമിൽ ഉപയോഗിക്കുക. പക്ഷെ നമ്മൾ അപ്പോൾ നിങ്ങൾ പറയാൻ സാധനം ടീച്ചറെ ഞാൻ സീയിങ് കണ്ടിട്ടുണ്ടെന്ന്. പക്ഷേ അതിൻ്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ അത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥമല്ല വെക്കുന്നത്, ഭാവിയിലേക്ക് നടക്കാൻ പോകുന്നത്. പിന്നെ ചില എന്താണ് കൊളോക്കിയൽ ടേംസ്, കൊളോക്കിയൽ യൂസേജസ് ലൈക്ക് ഇഡിയംസ് അങ്ങനെ വരുന്നതാണ്. ഓക്കെ, അല്ലാതെ നമ്മൾ C+ING എന്നുള്ളത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു രീതിയിൽ യൂസ് ചെയ്യില്ല. അതൊരു തെറ്റായ ഉപയോഗമാണ്. അത് സി മാത്രമല്ല, നമ്മുടെ പെർസെപ്ഷൻ്റെ പല വേർഡ്സും, നമ്മുടെ സെൻസ് ഓർഗൻസിൻ്റെ പെർസെപ്ഷൻ, അതിൻ്റെ പല വാക്കുകളും അങ്ങനെയാണ്. അത് ഏതൊക്കെയാണ് അങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോൾ ടീച്ചർ മെൻഷൻ ചെയ്യും. അത് സ്റ്റാറ്റിക് വേർബും കൂടിയാണെന്നുള്ളത്. സി ഒരു സ്റ്റാറ്റിക് വേർബാണ്, ആദ്യമേ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സി എന്ന് പറഞ്ഞാൽ കാണുക. കാണുക എന്ന് പറയുമ്പോൾ കാണുക, അത്രേ ഉള്ളൂ. കാണുക, നമ്മുടെ കണ്ണ് തുറന്നു, ഞാൻ കണ്ടു. നമുക്ക് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. കാണുക, അത്രയേ ഉള്ളൂ അതിൽ, കാണുക. ഓക്കെ, അത് മാത്രമേ നമ്മളിതിൽ നോക്കുന്നുള്ളൂ. കാണുക, സി. കാരണം നമുക്ക് ഇതിനുമായി ബന്ധപ്പെട്ടിട്ട് വേറെയും വാക്കുകളുണ്ട്. വാച്ച്, ലുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്താണ് നമ്മുടെ കാണലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകളാണ്. പക്ഷെ അത് ഉപയോഗത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും അത് ഏതൊക്കെ അവസരങ്ങളിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിലിപ്പം കാണുക, സി, അതെവിടെയൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സി, SEE, സി, SEE, സി, SEE, സി. സി എന്ന് പറയുമ്പോൾ പലർക്കും വേറൊരു സംഗതിയും കൂടി ഓർമ്മ വരും അല്ലേ, SEA. എന്താണത്? കടൽ അല്ലേ, കടൽ. സെയിം ഉച്ചാരണം തന്നെയാണ് കടലിനും അതുപോലെ തന്നെ കാണുക എന്നുള്ളതിനും. ഓക്കെ, പക്ഷേ സ്പെല്ലിങ്ങിൽ ഡിഫറൻസ് ഉണ്ട്. കാണുക എന്നുള്ളതിൽ SEE ആണെങ്കിൽ കടൽ എന്ന് പറഞ്ഞാൽ SEA. അപ്പോഴേ നമുക്ക് നോക്കാം. SEE, സി, കാണുക. ഓക്കെ, ഇനി നമ്മൾ കണ്ടു എന്നാണെങ്കിൽ SAW, സോ. SEE, സി, SAW, സോ. പിന്നെ കാണപ്പെട്ടു, സീൻ, SEEN. അപ്പോഴും നിങ്ങൾ ചിന്തിക്കും സീൻ എന്ന് പറഞ്ഞാൽ വേറെയല്ലേ, അത് SCENE, അത് വേറെ സീനാണ്. ഓക്കെ, നമ്മൾ കണ്ട കാഴ്ച. ഓക്കെ, ഇത് കാണപ്പെട്ടു എന്നാണ് സീൻ, SEEN. രണ്ടിനും ഒരേ ഉച്ചാരണമാണ്, പക്ഷേ വാക്കും അർത്ഥം, സ്പെല്ലിങ്ങും അർത്ഥമൊക്കെ എന്താണ്, ഡിഫറെൻ്റ് ആണ്. നമ്മുടെ കടലും കാണുകയും പോലെ തന്നെയാണ് കാഴ്ച എന്ന സീനും, അതുപോലെ തന്നെ എന്താണ് ഈ കാണപ്പെട്ടു എന്നുള്ള സീനും. ഓക്കെ, സീ, സോ, സീൻ. കാണുക, കണ്ടു, കാണപ്പെട്ടു. V1 ഫോം ബേസ് ഫോം സി, V2 ഫോം പാസ്റ്റ് ഫോം സോ, V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം സീൻ. സീ, സോ, സീൻ. സീ, സോ, സീൻ. സീ കാണുക, സോ കണ്ടു, സീൻ കാണപ്പെട്ടു. സീ, സോ, സീൻ. സീ, സോ, സീൻ. V1 ഫോം ബേസ് ഫോം സി, V2 ഫോം പാസ്റ്റ് ഫോം സോ, V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം സീൻ. ഓക്കെ, ഇനി ING, സീയിങ്, സീയിങ്. കാണുന്നു. ഈ കാണുന്നു എന്ന് പറയുന്നപ്പോൾ നിങ്ങളിപ്പോൾ പറയും ടീച്ചറല്ലേ കുറച്ച് മുന്നേ സ്റ്റാറ്റിക് വേർബാണ്, അതിൽ ING ഫോം. ING ചേർത്തിട്ട് സീയിങ് എന്നുള്ള, കാണുന്നു എന്നുള്ള രീതിയിൽ വാക്ക് എഴുതുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ സെൻറ്റൻസിൽ അർത്ഥം വരുമ്പോഴേക്കും അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതോ കഴിഞ്ഞു പോയൊരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കില്ല. അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും. ഇപ്പം നമ്മൾ ഈസ് ഗോയിങ്, നമ്മൾ പോകുന്നു. ഐ ആം ഗോയിങ്, ഞാൻ പോകുന്നു, അത് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഹി വാസ് ഗോയിങ്, അവൻ പോവുകയായിരുന്നു. അങ്ങനെ നമ്മൾ ഈ സീയിങ് ഉപയോഗിക്കില്ല അർത്ഥത്തിൽ. ഓക്കെ, അതാണത് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ
സീ കാണുക, സോ കണ്ടു, സീയിങ് കാണുന്നു. ഈ കാണുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇനി സെന്റൻസിലോട്ട് വരുന്ന സമയത്ത് അത് എന്തിലാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ശരിക്കും അത് കണ്ടിന്യൂസ്, അതായത് പ്രസന്റ് കണ്ടിന്യൂസിലും പാസ്റ്റ് കണ്ടിന്യൂസിലും അത് ഉപയോഗിക്കില്ല. നമ്മൾ അവൻ പോകുന്നു, ഹീ ഈസ് ഗോയിങ്. അവൻ പോവുകയായിരുന്നു, ഹി വാസ് ഗോയിങ്. ഇതുപോലെയൊന്നും നമ്മൾ സീയിങ് യൂസ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് എന്താണ് സെന്റൻസസിലോട്ട് പോയി കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും. അപ്പോൾ സെന്റൻസസിലോട്ട് പോയാലോ? She sees her friends at the park. She sees her friends at the park. അവൾ പാർക്കിൽ അവളുടെ സുഹൃത്തുക്കളെ കാണാറുണ്ട്, കാണും. Okay? She sees her friends at the park. I see a bird in the tree. I see a bird in the tree. ഞാൻ മരത്തിലൊരു പക്ഷിയെ കാണുന്നു. പക്ഷേ ഇവിടെ കാണുന്നു എന്ന് മലയാളത്തിൽ വരുമ്പോഴും ഇംഗ്ലീഷിൽ നമ്മൾ ING ഫോം യൂസ് ചെയ്യുന്നില്ല. കാരണം എന്തേ? സ്റ്റാറ്റിക് വെർബ് അല്ലേ? സി. I see a bird in the tree. I see a bird in the tree. He saw the accident happen. He saw the accident happen. He saw, അവൻ കണ്ടു. The accident happen. അപകടം സംഭവിക്കുന്നത്. He saw the accident happen. He saw the accident happen. The artist has seen much success. നമ്മൾ ഒഴുങ്ങൻ അർത്ഥം പറയുവാണെങ്കിൽ എന്താണ്? കലാകാരൻ വളരെയധികം വിജയം കണ്ടയാളാണ്, അല്ലെങ്കിൽ കലാകാരൻ വളരെയധികം വിജയം കണ്ടു എന്നൊക്കെ പറയാം. പക്ഷെ നമ്മൾ എന്താണ് സെന്റൻസിലുള്ള വാക്കുകൾ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? കലാകാരന് വളരെയധികം വിജയം കാണപ്പെട്ടു. കാരണം എന്തേ? ഹാസ് സീൻ. അവിടെ നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, സീൻ. ദി ആർട്ടിസ്റ്റ് ഹാസ് സീൻ മച്ച് സക്സസ്. ദി ആർട്ടിസ്റ്റ് ഹാസ് സീൻ മച്ച് സക്സസ്. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് നോക്കാം. ഐ ആം സീയിങ് മൈ ഡോക്ടർ നെക്സ്റ്റ് വീക്ക്. ഇപ്പോഴെന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു വടിയും കൊണ്ട് നിൽക്കും അല്ലേ? ടീച്ചർ അതാ, ടീച്ചറല്ലേ കുറച്ച് മുന്നേ പറഞ്ഞ ING. ഇവിടെ ഉള്ളതിൻ്റെ അർത്ഥം നോക്കൂ. നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ചയാണ്. ഐ ആം സീയിങ്, ഞാൻ കാണുന്നു. മൈ ഡോക്ടർ, എൻ്റെ ഡോക്ടറെ. നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച. അതിപ്പോൾ നടക്കുന്നതാണോ? അല്ല. മുൻപ് നടന്നതാണോ? അല്ല, നടക്കാൻ പോകുന്നതാണ് അല്ലേ? ഐ ആം സീയിങ് മൈ ഡോക്ടർ നെക്സ്റ്റ് വീക്ക്. ഞാൻ അടുത്തയാഴ്ച എൻ്റെ ഡോക്ടറെ കാണാൻ പോകുന്നു, കാണുന്നു. ഓക്കെ, ഐ ആം സീയിങ് മൈ ഡോക്ടർ നെക്സ്റ്റ് വീക്ക്. ഐ ആം സീയിങ് മൈ ഡോക്ടർ നെക്സ്റ്റ് വീക്ക്. ഓക്കെ, അപ്പോഴും നോക്കാം. ഈ സെൻറ്റൻസസ് വേറൊരു രീതിയിൽ കൂടി ടീച്ചർ അവലോകനം ചെയ്യാൻ പോവാണ്. ഷീ സീസ് ഹർ ഫ്രണ്ട്സ് അറ്റ് ദ പാർക്ക്. ദ പാർക്ക്. ദ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? പി കോൺസണന്റ് ആയതുകൊണ്ട്. അതിനുശേഷം സെക്കൻഡ് സെന്റൻസ് നോക്കൂ. ദ ട്രീ. ടി ഒരു കോൺസണന്റ് ആയതുകൊണ്ട് THE നമ്മൾ ദ എന്ന് പറയുന്നു. ഇനി അതിന്റെ താഴെയുള്ള സെന്റൻസ് നോക്കൂ. ദി ആക്സിഡന്റ്. ദി ആക്സിഡന്റ്. ദി എ എന്നുള്ളത് വവൽ ആയതുകൊണ്ട് നമ്മൾ THE എങ്ങനെ വായിക്കും? ദി ആക്സിഡന്റ്. ദി ആക്സിഡന്റ്. അതിന് താഴെയുള്ള സെന്റൻസോ? ദി ആർട്ടിസ്റ്റ്. ദി ആർട്ടിസ്റ്റ്. അതെന്തുകൊണ്ടാ? എ ആണ് വരുന്നത് അല്ലേ? AEIOU എന്ന് വന്നു കഴിഞ്ഞാൽ THE എന്നുള്ള വാക്കിനെ നമ്മൾ എന്ത് വായിക്കും? ദി എന്ന് വായിക്കും. അല്ലാതെ ഏത് അക്ഷരം വന്നു കഴിഞ്ഞാലും നമ്മൾ എന്താണ് വായിക്കുക? THE ദ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള നെക്സ്റ്റ് ആക്ടിവിറ്റി ഇതാണ്. നിങ്ങളുടെ പേരെഴുതാം, എന്നിട്ട് എന്ത് എഴുതണം? മലയാളത്തിൽ എഴുതണം. എന്ത്? ദ പാർക്ക്, ദ ട്രീ, ദി ആക്സിഡന്റ്, ദി ആർട്ടിസ്റ്റ്. മലയാളത്തിൽ തന്നെ എഴുതണം. വേണമെങ്കിൽ പാർക്ക്, ട്രീ, ആക്സിഡന്റ്, ആർട്ടിസ്റ്റ് അത് വേണം ഇംഗ്ലീഷിൽ എഴുതിക്കോളൂ. ദ ദി എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അത് ഉച്ചരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ ദ എന്ന് എഴുതണം, അല്ലെങ്കിൽ ദി എന്ന് എഴുതണം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി. ഓക്കെ ഓക്കെ, നമ്പർ ഇട്ട് പേരെഴുതി എന്ത് ചെയ്യാം? ദ പാർക്ക്, ദ ട്രീ,
the accident, the artist എന്ന് എഴുതി വെക്കുക കമൻറ്റ് ബോക്സിൽ. ഓക്കെ, okay, next. Can you see the moon tonight? The dog sees the ball and runs. Have you seen my keys anywhere? I see a rainbow. She saw a shooting star. Can you see the moon tonight? ഇന്ന് രാത്രി ചന്ദ്രനെ കാണാൻ കഴിയുമോ? ഓക്കെ, ഇന്ന് രാത്രി ചന്ദ്രനെ കാണാൻ കഴിയുമോ? ഇന്ന് അമാവാസി എങ്ങാനാണോ? ചന്ദ്രനെ കാണാൻ കഴിയുമോ? ഇനി അമാവാസി എങ്ങാനും ആണോ എന്നൊന്നും അർത്ഥം എഴുതി വെക്കരുത്. ഞാനൊരു എക്സ്പ്ലനേഷൻ തന്നതാണ്. ഓക്കെ, ക്യാൻ യു സീ ദ മൂൺ ടുനൈറ്റ്? ദ ഡോഗ് സീസ് ദ ബോൾ ആൻഡ് റൺസ്. ദ ഡോഗ് സീസ് ദ ബോൾ ആൻഡ് റൺസ്. നായ പന്ത് കണ്ട് ഓടുന്നു. അതായത് നായ പന്ത് കാണുന്നു, ഓടുന്നു. നായ പന്ത് കാണുന്നു, ഓടുന്നു. അതാണ് സീസ് ദ ബോൾ ആൻഡ് റൺസ് എന്ന് പറയുന്നത്. നായ പന്ത് കാണുന്നു, ഓടുന്നു. ഓക്കെ, ബോൾ കാണുന്നു, ഓടുന്നു. ഓക്കെ, നായ പന്ത് കാണുന്നു, ഓടുന്നു. അതിന് നമ്മൾ മലയാളത്തിലേക്ക് പറയുന്ന സമയത്ത് പന്ത് കണ്ടിട്ട് ഓടുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ. ദ ഡോഗ് സീസ് ദ ബോൾ ആൻഡ് റൺസ്. ഹാവ് യു സീൻ മൈ കീസ് എനിവേർ? എൻ്റെ താക്കോല് നീ എവിടെയെങ്കിലും കണ്ടോ? കണ്ടിട്ടുണ്ടോ? എൻ്റെ താക്കോലുകൾ നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എൻ്റെ താക്കോലുകൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ മൈ കീസ് എനിവേർ? ഹാവ് യു സീൻ മൈ കീസ് എനിവേർ? എൻ്റെ താക്കോലുകൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ മൈ കീസ് എനിവേർ? ഐ സീ എ റെയിൻബോ. ഞാനിങ്ങനെ ഒരു മഴവില്ല് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ പറയാണ് ഐ സീ എ റെയിൻബോ. അതെന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ എനിക്കത് ഐ ആം സീയിങ് എ റെയിൻബോ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തേ, ഇത് സ്റ്റാറ്റിക് വേർബായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വാക്കാണ് സീ. ഐ സീ എ റെയിൻബോ. ഞാൻ ഒരു മഴവില്ല് കാണുന്നു. ഓക്കെ, ഷീ സോ എ ഷൂട്ടിംഗ് സ്റ്റാർ. ഷൂട്ടിംഗ് സ്റ്റാർ എന്ന വാൽ നക്ഷത്രം അതല്ലേ? അവൾ ഒരു വാൽ നക്ഷത്രത്തെ കണ്ടു. ഷൂട്ടിംഗ് സ്റ്റാർ, അവൾ ഒരു വാൽ നക്ഷത്രത്തെ കണ്ടു. സോ, കണ്ടു, അവൾ കണ്ടു. ഷീ സോ എ ഷൂട്ടിംഗ് സ്റ്റാർ. ഇപ്പോൾ ടീച്ചറുടെ കൂടെ 3 തവണ വായിക്കാൻ റെഡിയല്ലേ എല്ലാവരും? ക്യാൻ യു സീ ദ മൂൺ ടുനൈറ്റ്? ക്യാൻ യു സീ ദ മൂൺ ടുനൈറ്റ്? ക്യാൻ യു സീ ദ മൂൺ ടുനൈറ്റ്? The dog sees the ball and runs. The dog sees the ball and runs. Have you seen my keys anywhere? Have you seen my keys anywhere? Have you seen my keys anywhere? I see a rainbow. I see a rainbow. Rainbow എന്ന് പറഞ്ഞാൽ മഴവില്ല കേട്ടോ. I see a rainbow. She saw a shooting star. She saw a shooting star. She saw a shooting star. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച വാക്ക് എന്തായിരുന്നു? ടേക്ക്, എടുക്കുക. അതിൻ്റെ നമ്മൾ എഴുതിയല്ലേ, V1 V2 V3 ING S ഒക്കെ ചേർത്തിട്ട് എഴുതി. അതുപോലെ തന്നെ ഈ സിയും എഴുതുക. സീ സോ, സീൻ, സീയിങ്, സീസ്. ഓക്കെ, എഴുതുമല്ലോ. ഓക്കെ, നമ്പർ ഇടുക. എന്താണ് 5ാമത്തെ നമ്പറിൽ വരിക? 5 കുത്ത് ഈ സംഗതി എന്താണ്? സി, നിങ്ങളുടെ പേര് 5 കുത്ത് പേര്. എന്നിട്ട് നിങ്ങൾ സി, സോ, സീൻ, സീയിങ്, സീസ്. ഓക്കെ, എഴുതുക. ഓക്കെ, ഇന്ന് നമ്മൾ 2 വാക്കുകളാണ് പുതിയതായിട്ട് പഠിച്ചത്. ആക്ഷൻ വേർഡ്സ് എന്ന് പറയാം. പക്ഷെ അതിൽ സിക്ക് കുറച്ചൊരു സ്റ്റാറ്റിക് വേർബിൻ്റെ എനർജി കൂടി ഉണ്ട് അല്ലേ? നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിലും പാസ്റ്റ് കണ്ടിന്യൂസിലും അത് യൂസ് ചെയ്യില്ല. ഓക്കെ, അതൊക്കെ മനസ്സിലായി. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാ വാക്കുകൾ പഠിച്ചതെന്ന്. ടേക്ക്, എടുക്കുക. സി, കാണുക. ടേക്ക്, എടുക്കുക. സി, കാണുക. എടുക്കുക, ടേക്ക്. എടുത്തു, ടുക്ക്. എടുക്കപ്പെട്ടു, ടേക്കൺ. എടുക്കുന്നു,
taking. Okay, spelling T-A-K-E, take, T-O-O-K, took, T-A-K-E-N, taken, T-A-K-I-N-G, taking. Take പ്ലസ് ING ആവുന്ന സമയത്ത് ആ ഒരു എന്താണ് ഈയെ പറഞ്ഞു വിട്ടിട്ടാണ് നമ്മൾ ING ചേർക്കുന്നത്, TAKING. ഓക്കെ, ടേക്സിൽ ജസ്റ്റ് TAKEയുടെ കൂടെ ഒരു S ചേർക്കും. ഓക്കെ, V1 ഫോം ബേസ് ഫോം ടേക്ക്, V2 ഫോം പാസ്റ്റ് ഫോം took, V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ടേക്കൺ, INGയിൽ ടേക്കിംഗ്. ഓക്കെ, ടേക്ക്, took, taken, taking. ഓക്കെ, ടേക്ക്, took, taken, taking. ഇനി സി ആണെങ്കിലോ V1 ഫോം ബേസ് ഫോം സി, V2 ഫോം പാസ്റ്റ് ഫോം സോ, V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം സീൻ. അല്ലേ? കാണുക സി, കണ്ടു സോ, SAW സോ, കാണപ്പെട്ടു സീൻ, SEEN സീൻ. കാണുന്നു, കാണുന്നു എന്ന് പറയുന്നത് നമ്മൾ കാണുന്നു സെന്റൻസിൽ കാണുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ SEEC തന്നെയാണ് ഉപയോഗിക്കുക, ബിക്കോസ് സി ഇസ് എ സ്റ്റാറ്റിക് വേർബ്. ഓക്കെ, അല്ലാതെ നമ്മൾ എന്താണ് ഭാവിയിലേക്കുള്ള ഐ എം സീയിങ് ഡോക്ടർ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ സീയിങ് എന്ന് ഉപയോഗിക്കുന്ന ING ഉപയോഗിക്കുമ്പോൾ SEEING. ഓക്കെ, സീസ് എന്നാണെങ്കിൽ SEES, വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പൊ ടേക്ക്, ടുക്ക്, ടേക്കൺ, ടേക്കിംഗ്. സീ, സോ, സീൻ, സീയിങ്. ടേക്ക് എടുക്കുക, ടുക്ക് എടുത്തു, ടേക്കൺ എടുക്കപ്പെട്ടു, ടേക്കിംഗ് എടുക്കുന്നു. സീ കാണുക, സോ കണ്ടു, സീൻ കാണപ്പെട്ടു, സീയിങ് കാണുന്നു. ഓക്കെ, ആ കാണുന്നു എന്നുള്ളത് പാസ്റ്റ് കണ്ടിന്യൂസോ പ്രസന്റ് കണ്ടിന്യൂസോ ആയിട്ടായിരിക്കില്ല നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, നമ്മൾ 2 പുതിയ വേർഡ്സ് പഠിച്ചു, ആക്ഷൻ വേർഡ്സ് ടേക്ക്, സി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റിൽ നമ്പർ ഇടുക, നിങ്ങളുടെ പേരെഴുതുക, എന്നിട്ട് ടേക്കിൻ്റെ V1 V2 V3 ING S ചേർത്തിട്ടുള്ളതൊക്കെ എഴുതുക, അതുപോലെ തന്നെ സിയുടേതും എഴുതുക. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പം നമുക്ക് എല്ലാം ഫൈനലായിട്ട് ഒന്നുകൂടി ഇതുവരെ പഠിച്ച വാക്കുകളൊക്കെ നോക്കാം അല്ലേ? ഓക്കെ, നമ്മൾ പഠിച്ച വാക്കുകൾ ഒന്ന് ഓടിച്ചു നോക്കാം. റൺ, റാൻ, റൺ, റണ്ണിങ്. ജംപ്, ജംപ്ഡ്, ജംപ്ഡ്, ജംപിങ്. ഈറ്റ്, ate, eaten, eating. Brush, brushed, brushed, brushing. Read, 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 reading. Drink, drank, drunk, drinking. Wash, washed, washed, washing. Play, played, played, playing. Sit, sat, sat, sitting. Walk, walked, walked, walking. Go, went, gone, going. Come, came, come, coming. Climb, climbed, climbed, climbing. Fly, flew, flown, flying. Swim, swam, swum, swimming. Tear, tore, torn, tearing. Cook, cooked, cooked, cooking. Cut, 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 cutting. Write, wrote, written, writing. Learn, learnt, learned, learning. Stand, stood, stood, standing. Sleep, slept, slept, sleeping. Dance, danced, danced, dancing. Sing, sang, sung, singing. Pray, prayed, prayed, praying. Draw, drew, drawn, drawing. Wear, wore, worn, wearing. Put, 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 putting. ഇത് കൂടാതെ നമ്മൾ ഏതാ പഠിച്ചത്? Take, took, taken, taking. See, saw, seen, seeing. അല്ലേ? നല്ല അടിപൊളിയായിട്ട് എല്ലാവരും നന്നായിട്ട് വായിച്ചു. ഇനി ഫൈനൽ അറ്റൻഡൻസ് ഇട്ട് ഇറങ്ങിക്കോളൂ. ജസ്റ്റ് നമ്പർ ആൻഡ് യുവർ നെയിം. ഓക്കെ, എല്ലാവരും ടീച്ചർ ഈ ആവർത്തിക്കുന്നത് കണ്ട് മടുപ്പും മടിയൊന്നും വിചാരിക്കേണ്ട. ടീച്ചറിന്റെ കൂടെ തന്നെ ആവർത്തിച്ചോളൂ. അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ്, ഫ്രൂട്ട് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എത്രത്തോളം നമ്മൾ പരിശീലിക്കുന്നോ അത്രത്തോളം നമ്മൾ നല്ല രീതിയിൽ ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും, നല്ല രീതിയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും.
ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്.